SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രകടനത്തെ ഈ നാട്ടിലെ പ്രമുഖരായ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് ഒരു വമ്പിച്ച വിജയമാക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ്. മുതലാളി വേഗം മാറിക്കോ, അവന്മാര് കണ്ടാ കുഴപ്പാ. നിങ്ങൾ വന്നു അല്ലേ? 100 ചില്ലാനം തൊഴിലാളികൾ സമരം ചെയ്യുന്ന ആ ഗോഡൌണിൽ നിന്ന് ചരക്ക് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കൊരു ബുദ്ധിമോശം വന്നുപോയി. നാളെ കൊച്ചിയിൽ നിന്നും കപ്പൽ പോകും. അതിൽ ഈ ചരക്ക് കയറ്റി അയച്ചില്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ബോണസ് കൊടുത്തിട്ട് നിങ്ങൾ ചരക്ക് അയക്കണം. പീസ് വർക്കേഴ്സിനും ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലാതെ നിങ്ങളെ ചരക്ക് കയറ്റാനും പറ്റില്ല. പീസ് വർക്കേഴ്സിന്റെ ബോണസ് മാത്രം 1.5 ലക്ഷം രൂപ വരും. അത് മാത്രമല്ല സർ, ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് അവരുടെ സ്ഥിര അവകാശമായി മാറുകയും ചെയ്യും. മിനിമം വേജസ്, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, ESI, ഫാമിലി പെൻഷൻ ഇതെല്ലാം ഈ ടെമ്പററിക്കാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം വിറ്റാൽ പോലും ആ ബാധ്യത തീരില്ല സാർ. നിങ്ങൾ മുതലാളിമാർ നശിച്ചു കാണണമെന്നുള്ള വൈരാഗ്യ ബുദ്ധിയൊന്നും എനിക്കില്ല. പിന്നെ 20% ബോണസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് 50,000 രൂപയുണ്ട്. ഇതങ്ങ് വാങ്ങിച്ച് സാർ ഈ പ്രശ്നം തീർത്തു തരണം. ഞങ്ങൾ ആവശ്യപ്പെട്ട ബോണസിന്റെ 1/3. ഇത് ബോണസായിട്ടല്ല. സാർ എന്നെ രക്ഷിക്കണം. ചാക്കോച്ച മുതലാളി, ഇത്തരം കാശ് ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല. അമ്മണി, ഇതങ്ങെടുത്ത് വെക്കും. അപ്പോ നിങ്ങളുടെ പ്രശ്നം തീർന്നു. ഇനി എന്റെ പ്രശ്നം തീർന്നു. മാന്യമായ ഒരു ഒത്തുതീർപ്പിലെത്തിക്കാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ നാളെ എനിക്ക് എന്റെ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാനും. ഏതായാലും ഈ ടെമ്പററിക്കാർക്ക് മുഴുവൻ ബോണസ് കൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല സാർ. വേണ്ട, നിങ്ങൾക്ക് സ്ഥിരം തൊഴിലാളികൾ 25 പേരല്ലേ ഉള്ളൂ. അവർക്ക് 20% ബോണസ് കൊടുത്തേക്കണം. പിന്നെ പീസ് വർക്കേഴ്സിലധികം സ്ത്രീകളാണ്. അവർ കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ? ശരി സാർ, അത് മതി. കണ്ടില്ലേ കണ്ടില്ലേ ചെമ്മീൻ മുതലാളി കണ്ടില്ലേ 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 ചെമ്മീൻ മുതലാളി കണ്ടില്ലേ 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 ചെമ്മീൻ മുതലാളി കണ്ടില്ലേ 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 ചെമ്മീൻ മുതലാളി കണ്ടില്ലേ. താൻ ആരോട് ചോദിച്ചാ പണിമുടക്ക് പിൻവലിച്ചത്? സ്ഥിരം ജോലിക്കാർക്കേ ബോണസ് ഉള്ളുവെങ്കിൽ പിന്നെ ടെമ്പററിക്കാരെ കൊണ്ട് എന്തിനാണോ പണിമുടക്കിച്ചത്? രാഘവൻ ആരോടായി ക്ഷോഭിക്കുന്നത്? തന്നോട് തന്നെ. ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളെ പറ്റിക്കാം, പക്ഷെ ചോദിക്കാൻ വേറെ ആണുങ്ങളില്ലെന്ന് വിചാരിക്കണ്ട. രാഘവൻ എന്താ ചോദിക്കാനുള്ളത്? ഞങ്ങളെല്ലാം വഞ്ചിച്ച് സ്ഥിരക്കാർ 25 പേർക്ക് നക്കാപ്പിച്ച വാങ്ങിച്ചു കൊടുത്തതിന് ആ നാറി മുതലാളിയുടെ കയ്യിൽ നിന്ന്
താൻ എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു? ഞങ്ങളുടെയൊക്കെ വായിൽ മണ്ണിടാനായിട്ട് നിന്റെയൊക്കെ ഒരു യൂണിയൻ, അതിന്റെ ഒരു കൊളാപ്പി പ്രസിഡന്റ്. എന്താണ് പറഞ്ഞത്? രാമു, പിന്നെ ഇവിടെ കയറി തോന്നിയ ദിവസം പറഞ്ഞാല് തോന്നിയ മാസം കാണിച്ച് തമ്മിത്തല്ലുകയല്ല വേണ്ടത്. രാഘവൻ യൂണിയൻ മെമ്പറാണ്. ഇവരിതിന് സമാധാനം പറയുക. ഞങ്ങളെ വഞ്ചിച്ചതിന് ഞങ്ങൾ സമരം ചെയ്യും. എന്നെ അവൻ എന്തും പറയട്ടെ, എനിക്കതിൽ വിഷമമില്ല. പക്ഷേ നമ്മുടെ യൂണിയൻ കൈക്കൂലി വാങ്ങിക്കുന്നു എന്നവൻ പുറത്ത് പ്രചരിപ്പിച്ചാൽ നമുക്ക് മുഴുവൻ മോശമാണ്. അതനുവദിക്കാൻ പാടില്ല. അത് ഞാനേറ്റു സാർ. സ്ഥിരം തൊഴിലാളികളെ വേർതിരിച്ച് അവരുടെ ആവശ്യങ്ങൾ മാത്രം നേടിക്കൊടുത്ത പ്രസിഡന്റ് അവരെ കയ്യിലെടുത്തത് ഇപ്പോഴവരെ ഞങ്ങൾക്കെതിരായിട്ട് നിർത്തിയിരിക്കുക. ഞാൻ ഉറപ്പിച്ച് പറയാം, പ്രസിഡന്റ് ആ മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ല സംഖ്യ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്ത് മെമ്പർ ആയാലും പ്രസിഡന്റ് ആയാലും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിന് രാഘവനെടുത്ത വഴി തെറ്റിപ്പോയി. ജോലിയില്ലാതെ പട്ടുകിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. നിങ്ങൾ ഒരിക്കലും യൂണിയൻ കൈവിടില്ല, ഞാൻ ഉറപ്പു തരുന്നു. രാഘവൻ പിണങ്ങിപ്പോകല്ല വേണ്ടത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. പീറ്റർ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു ജോലിയില്ലാതെ തെണ്ടി നടന്ന കാലത്ത് പല യൂണിയൻകാരെയും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപ്പറ്റില്ലാത്തവരുടെ പെരുമാറ്റവും അവരുടെ ഗുണ്ടകളും കാശ് വാങ്ങിച്ച് ജോലിക്ക് ആളെ എടുക്കലും എല്ലാം എതിർത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യൂണിയൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോ ഞങ്ങളുടെ യൂണിയനും ഗുണ്ടകളായി. ഇതെല്ലാമാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എടോ, എല്ലാ യൂണിയനുകളും തുടങ്ങുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാ, പിന്നെയാ വഴിപഴിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് കേട്ടപ്പോ നിങ്ങളെ കൊണ്ടൊക്കെ കൊള്ളാഞ്ഞിട്ടല്ലേ? ഇതൊക്കെ ആരംഭത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കും. ആ, ഞാൻ പോട്ടെ. നീ ഞങ്ങളുടെ യൂണിയനെ തെറിവല്ലോ. മേലാ ഞങ്ങളുടെ യൂണിയനെ പ്രസിഡന്റിനെ വല്ലം പറഞ്ഞ നിന്റെ ശവമായിരിക്കും വെളിക്കണം. മനസ്സിലാടാ പട്ടി. ഓരോരുത്തന്മാരെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. പീറ്ററെ, പിന്നെ യൂണിയനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞെന്നറിയാം? പീറ്ററിന് എന്തറിയാം? പീറ്റർ, ഞങ്ങളല്ലേ ഇവനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് സമരവും ജാഥയും നയിക്കുന്നത്. പീറ്ററെ, ഞാൻ പറയുന്ന കേൾക്കാൻ.
അടിയും കുത്തുമിട്ടുമല്ലാതെ തനിക്ക് വേറെ പറഞ്ഞൂടെ? ആരോടൊക്കെ വഴക്ക് കൂടുന്നെന്ന് തനിക്ക് വലിയ വിചാരമുണ്ടോ? അല്ല, ചട്ടമ്പിത്തരം കാണിച്ചാലേ വലിയ അളവത്തുള്ള വിചാരം. കാട്ടാളത്തരം മാത്രമല്ല അറിയൂ. താൻ എന്തൊരു മനുഷ്യനാ! എടി മേരി, പീറ്ററിനോട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ദേഷ്യം വന്നു കാണും. അതിന് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ? എന്റെ ചേട്ടനെ പറ്റി എനിക്കൊരു പേടിയുമില്ല. ചേട്ടന്റെ കാര്യം നോക്കാൻ ചേട്ടനറിയാം. എനിക്ക് ഈ മനുഷ്യന്റെ കാര്യത്തിലാ പേടി. എങ്ങനെയാണെന്നറിയാൻ മേല, എനിക്ക് ഇയാളെ ഇഷ്ടമായി. കാലത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആള് എങ്ങനെയാ തിരിച്ചു വരുന്ന പേടി. ദിവസവും അടിപിടിയും സമരവും പോലീസും. എത്ര രാത്രിയായാലും ഈ മനുഷ്യൻ വന്നോന്നറിയാതെ എനിക്കുറങ്ങാൻ പറ്റുന്നില്ല. എത്ര നാളാ ഞാനിതിങ്ങനെ സഹിക്ക്? എന്നെ കൊണ്ട് പറ്റില്ല. വണ്ടി വീട്ടിൽ പോയിക്കോട്ടെ, അവിടെ ആവശ്യം കാണും. ഭാസ്കരനും ഇതും ഫോർട്ട് വെച്ച് പോ. അവിടെ വേക്ക്ഫീൽഡ് കമ്പനിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു. പോയി അന്വേഷിച്ചിട്ടോ? നമസ്കാരം ആ, റിഫൈനറിലെ കാര്യം എന്തായി? ഓഫീസർ ഒന്നിനും സമ്മതിക്കുന്നില്ല സാർ. തിരുവനന്തപുരത്തേക്ക് ഒരു അർജന്റ് കോൾ ബുക്ക് ചെയ്യും. ഞാൻ ലേബർ കമ്മീഷനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങളുടെ കാര്യം എന്തായി? കമ്പനിയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചെടുക്കില്ലെന്ന് പറഞ്ഞു. സുലൈമാൻ സേട്ടുവിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഭാർഗവ, ആ കാര്യം ഒന്ന് ഓർമ്മിച്ചു. പുറത്തിരിക്കും. പിന്നെ ആ ഗീതാസ്വാമിനിലെ ചിലർ ജോലിക്ക് കയറാൻ വന്നപ്പോ പണിമുടക്കിയ തൊഴിലാളികൾ തടഞ്ഞു. കുഴപ്പമായെന്നാ തോന്നുന്നു. അതിരിക്കട്ടെ, നാളെ ഫിഷറീസിൽ സമരം തുടങ്ങണം. അതിന്റെ കാര്യങ്ങൾ പോയി അന്വേഷിക്കും. അതേ നോക്കിക്കോളാം. പയനിയർ ടേസിൽ നിന്നും നമ്മുടെ തൊഴിലാളി ചിലരെ അറസ്റ്റ് ചെയ്യുന്നു സാർ. ആ പയനിയർ ടൈസിൽ MD ഒന്ന് കണക്ട് ചെയ്യും. ഐലൻഡ് ഫിഷറീസിൽ ജോലിക്ക് നിങ്ങൾ 5 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. BM ജോൺ, 26-ാം തീയതി കാലത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നീ ലക്കിയാണല്ലോടാ. നമ്മുടെ കൂട്ടത്തിൽ നിനക്കെങ്കിലും ഒരു ജോലി കിട്ടിയല്ലോ. SSTU സിന്ദാബാദ്. SSTU സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളികളെ വഞ്ചിച്ചിവിടെ പുതിയതാരും കയറണ്ട. തൊഴിലാളികളെ വഞ്ചിച്ചിവിടെ പുതിയതാരും കയറണ്ട. ഓവർ ടൈം പുതുമുതലല്ല. ഓവർ ടൈം പുതുമുതലല്ല. SSTU സിന്ദാബാദ്. SSTU സിന്ദാബാദ്.